ബഗൽപൂരി വീവിങ് പാറ്റേൺ നമ്മളെല്ലാവരും എപ്പോഴും കേട്ടിട്ടുള്ളൊരു പാറ്റേൺ സ്റ്റൈൽ തന്നെയാണ് ബഗൽപൂരി വീവിങ് പാറ്റേൺ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ നമ്മൾ ബഗൽപൂരി കളക്ഷൻസിനകത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പം ഇന്ന് ജക്കാർഡ് വീവിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ മെറ്റീരിയൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത്. റെഡ് കളറിലാണ് ഇപ്പോൾ പർട്ടിക്കുലർ പീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ കളേഴ്സ് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ ഒരു സെറ്റ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്ക് റെഡ് വേണ്ട, വേറെ ഏതെങ്കിലും കളേഴ്സ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിനകത്ത് മെൻഷൻ ചെയ്യണം. കമൻറ്റ് ബോക്സിനകത്ത് മെൻഷൻ ചെയ്യുന്ന കളേഴ്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ഒക്കേഷനും നമുക്കൊരു യുണീക്ക് ഫീല് കൊടുക്കുന്നൊരു കളറാണ് റെഡ്. ലൈവ്ലി കളർ എന്ന് പറയുന്നതിനകത്ത് ഒട്ടും മാറ്റമില്ലാതെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു കളർ ഷെയ്ഡുമാണ് റെഡ്. ഇന്ന് റെഡിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വീവിങ് പാറ്റേൺ വന്നേക്കുന്നത്, അതായത് പ്ലെയിൻ ഗ്രേ മെറ്റീരിയൽ എന്ന് പറയും. ആ കളറിന്, ആ മെറ്റീരിയലിന് നമ്മൾ ഡൈ ചെയ്തിട്ടാണ് ഈ കളേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് ഏത് കളറിലും നമുക്ക് ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ റെഡ് കളറിനകത്ത് ഫുള്ളായിട്ട് ജക്കാർഡ് വീവിങ് പാറ്റേണിൽ ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റേപ്പിൾ കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് സ്റ്റേപ്പിൾ കോട്ടണിനകത്ത് തന്നെ പോൾക്ക വീവിങ് പാറ്റേൺ വന്നേക്കുന്നതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. അപ്പം ഈ ഒരു സെറ്റ് സിമ്പിൾ സ്റ്റൈലിൽ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഇച്ചിരി ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു റിച്ച് ഫീലിംഗ് കൊണ്ടുവരാനും എന്നാൽ റെഗുലർ കാഷ്വൽ ഓഫീസ് വെയർ ആയിട്ട് വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. എൻ്റെ ദുപ്പട്ടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈൻ വീവിങ് പാറ്റേണിൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് തന്നെ വന്നിട്ടുണ്ട്. റെഡ് യൂസ് ചെയ്തേക്കുന്നത് ബേജ് കളറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ലുക്ക് ഈ ഒരു സെറ്റിന് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ലുക്ക് NN286 എന്ന കോഡിലാണെന്നാണ്. ലിങ്ക് എന്താണെങ്കിലും വീഡിയോയുടെ തൊട്ട് താഴെ ഉണ്ടായിരിക്കും. 1499 പ്രൈസ് റേഞ്ചിൽ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള 2.5 മീറ്റേഴ്സിൻ്റെ ടോപ്പും 2.5 മീറ്റേഴ്സിൻ്റെ ബോട്ടവും ആൻഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ് www.aham.store. അതുപോലെ തന്നെ ഈ കളക്ഷൻസ് റെഡി സ്റ്റോക്കായിട്ട് നമ്മുടെ സ്റ്റോഴ്സിൽ 1 or 2 പീസസ് അവൈലബിൾ ആണ്. വന്ന് കണ്ട് ഫീൽ ചെയ്യാവുന്നത്. കോട്ടൺ സെറ്റ്സ്, സൽവാർ സെറ്റ്സ് ആണ് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ആ ഒരു നല്ല രസമായിട്ട് ഒന്ന് ഡെലിക്കേറ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ജ്വല്ലറി അധികം ഇടണ്ട കേട്ടോ ഇതിൻ്റെ കൂടെയൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അത് സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. കംഫർട്ടബിൾ ആണ്. ഇതിനൊരു സ്ലൈറ്റ് ആ ഒരു കംപ്ലീറ്റ്ലി ക്രോഷ്യ ലേസിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ഫീലാണ്. പക്ഷെ ഇത് എക്സാക്ട്ലി ക്രോഷ്യ അല്ല. അതിനകത്ത് നമുക്കിതൊക്കെ മെക്കനൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തേക്കുന്ന കളക്ഷൻ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രോഷ്യയുടെ ഫീല് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് സെയിം ആസ് ദി ടോപ്പിൻ്റെ ഒരു മെറ്റീരിയൽ കോട്ടൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എഡ്ജിൽ പിന്നെയും എന്നത് ലേസ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് കോട്ടൺ ബോട്ടം ആൻഡ് കോട്ടൺ ടോപ്പിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യോക്ക് പോർഷൻ വി ഹാവ് ദ സെയിം തിങ് ആസ് ദി ദുപ്പട്ട. ആൻഡ് അതിൻ്റെ ലോവർ പോർഷൻ എങ്ങനെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് തന്നെയാണ്, നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഈ പ്രിൻ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് വെച്ച് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രിൻ്റുമായിരുന്നു. ആൻഡ് ദിസ് സ്റ്റിൽ വർക്ക്സ്. ഞാനിപ്പോഴും നമ്മൾ പല ബ്രാൻഡ്സിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ കളക്ഷൻസ് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലുക്കിൽ, ബിക്കോസ് ഇറ്റ്സ് വെരി അട്രാക്റ്റീവ്. ദാറ്റ് ഈസ് എ മെയിൻ റീസൺ. ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റിലാണ് ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. കോട്ടൺ സോളിഡ് ബ്ലാക്ക് ബോട്ടമാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് നേവി. അപ്പോൾ നേവിയുടെ കൂടെ PV ബോട്ടം ഉണ്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ലേസ് പാച്ചിൻ്റെ അകത്തെ ഒരു ബ്ലാക്കിൻ്റെ തന്നെ ഒരു സെൻറ്റർ പോർഷൻ വെച്ചിട്ടാണ് അതിനകത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റും. ഇതിനകത്ത് ചിലപ്പോൾ അത്ര വിസിബിൾ ആയിരിക്കത്തില്ല. യു ക്യാൻ സീ ദിസ് വൺ സെയിം ആസ് ദി പ്രീവിയസ് വൺ. ജസ്റ്റ് ആ ഒരു നേവിയുടെ കോമ്പിനേഷൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ PV ബോട്ടം. ടോപ്പ് കോട്ടൺ തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. നമുക്ക് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയുണ്ട്. ഇത് നമുക്ക് വേറെ കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും ഒന്ന് ഇതായിട്ടൊന്ന് മാച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്കൊരു കംപ്ലീറ്റ് കോൺട്രാസ്റ്റ് അതിനകത്ത് വരികയാണ്. ഒരു ലൈക്ക് റസ്റ്റ് ഓറഞ്ചോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യെല്ലോ, ഫ്രഷ് ലൈം ഷെയ്ഡ് അങ്ങനത്തെയൊക്കെ വരുന്ന കളർ കോമ്പിനേഷൻസിൻ്റെ കൂടെയും നമ്മൾ ഇത് ഒന്ന് പെയർ ചെയ്യണം നമുക്ക്. പക്ഷെ സിമ്പിൾ ലുക്ക് ആയിരിക്കണം, അത്രേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ടോപ്പ് ടു ഹെഡ് സിമ്പിൾ ലുക്ക് വന്നിട്ട് ഈ ഒരു ദുപ്പട്ടയുടെ കൂടെയൊക്കെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോൺട്രാസ്റ്റ്, നല്ല ഡ്രസ്സായിട്ട് അവിടെ വരികയും ചെയ്യും. ദിസ് ഇസ് വൺ ലുക്ക്. 2 കളേഴ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കളക്ഷനായിരുന്നു.
ആൻഡ് പ്രൈസ് റേഞ്ചും നല്ല പ്രൈസ് റേഞ്ച്, 199 അങ്ങനത്തെ ഉള്ള പ്രൈസ് റേഞ്ചിലാണത് വന്നിരിക്കുന്നത്. 199 അല്ലേ അത്. ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷനാണ്. കട്ട് വർക്ക് ദുപ്പട്ട കളക്ഷൻസ്. ഇത് ഓർഗൻസ ഫാബ്രിക്കിൽ, സിൽക്ക് ഓർഗൻസയിൽ ഗോൾഡൻ ആൻഡ് സിൽവർ ബൂട്ട ഡിസൈൻ പാറ്റേൺ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ നമ്മൾ കട്ട് വർക്ക് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഇത്. കണ്ടോ, യോക്കിൽ അല്ലെങ്കിൽ യോക്കിലല്ല, ഒരു നമ്മളിപ്പോൾ 1 ലെയറായിട്ട് വെയർ ചെയ്യുമ്പം ഒരു സൈഡിലാണ് ഇതുപോലെ ഒരു ഫ്ലോറൽ പഞ്ച് വരുന്ന കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് ചെയ്തേക്കുന്നത്. എഡ്ജ് ഫിനിഷിങ് കണ്ടോ, പിങ്ക് ടോണിലുള്ള, പിങ്ക് ആൻഡ് ഗ്രീൻ ടോണിലാണ് ഈ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതിൻ്റെ എഡ്ജ് ഫിനിഷിങ് കണ്ടോ, സിക്സാഗായിട്ട് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ആൻഡ് ഈ ദുപ്പട്ടയുടെ എഡ്ജിലും ഇതുപോലെ സെയിം ടോണിൽ തന്നെ വരുന്ന ആ ഒരു ഗോൾഡൻ ക്രീം ഓഫ് വൈറ്റ് ടോണിൽ വരുന്ന ജോയിൻ കട്ട് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയേക്കുന്ന സെറ്റാണ്. ഇപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സൽവാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൽവാറിൻ്റെ മെറ്റീരിയൽ നല്ല ഒരുപാട് സെമി കാറ്റഗറി വരുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഈ ഒരു ദുപ്പട്ടൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ഫിനിഷിങ്ങും ഗ്രാൻഡ് ലുക്കും കിട്ടുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ട മാത്രമായിട്ടാണ് കേട്ടോ അവൈലബിൾ ആക്കിയേക്കുന്നത്. ആൻഡ് ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് നല്ല വീതി നീളമൊക്കെയുള്ള, വീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് 1 ലെയറായിട്ട് ഇടാനോ അല്ലെങ്കിൽ ഒരു 2 സൈഡിലേറ്റായിട്ട് ഇടാനും ഉള്ള ലെങ്ത്തുള്ള ദുപ്പട്ടയാണ്. ആൻഡ് TC 352 3299 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. TC 352 ആണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. ഇനി ഇതേ കോൺസെപ്റ്റിൽ തന്നെ ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണല്ലോ ഇതിൽ കട്ട് വർക്ക് വന്നേക്കുന്നത്. സെയിം ടോണിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബേജ് ടോൺ ലൈറ്റർ ഗോൾഡൻ ടോണിൽ വരുന്ന കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന സെറ്റ്. ഫാബ്രിക് സെയിം തന്നെയാണ്. ആൻഡ് ചിലതിൽ ഇപ്പോൾ നമ്മൾ ദുപ്പട്ടയുടെ എഡ്ജസിൽ ഇതുപോലെ ജോയിൻ കട്ട് വർക്ക് കൊടുത്തിട്ടുള്ളതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. അതിനനുസരിച്ച് പ്രൈസിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഗോൾഡൻ ടോണിൽ തന്നെ ഇതുപോലെ ആണ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നത്. ഇത്രയുമാണ് കേട്ടോ വിട്ടുള്ള. ദുപ്പട്ടയുടെ വിട്ട് വരുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കട്ട് വർക്കൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഫോൾഡ് ചെയ്തൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ 1 ലെയറായിട്ട് ഇടാനോ അല്ലെങ്കിൽ 2 സൈഡിലായിട്ട് ഇടാനോ ഒക്കെ ജോയിൻ കട്ട് വർക്കോട് കൂടി വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതിൽ ഈ ജോയിൻ കട്ട് വർക്ക് വന്നേക്കുന്നതിൻ്റെ ഈ ഒരു പോർഷനിൽ ട്രയാങ്കുലർ ഷേപ്പിലുള്ള പാറ്റേണും ഇതിൽ ഗോൾഡൻ ആൻഡ് സിൽവർ കളറിലാണ് ബൂട്ട വീവിങ് വന്നേക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത് TC 351 3299 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. വേണ്ട, നല്ല ഭംഗിയുള്ളൊരു സെറ്റ്. ഇതാ ഇങ്ങനെ ഇടാം നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. ഏത് കളറിൻ്റെ കൂടെയും മാച്ച് ആവും എന്നുള്ളതാണ്. ഏത് പ്ലെയിൻ കളർ ടോപ്പ് ഉണ്ടെങ്കിലും, ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ മാച്ചായി പോകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. സെയിം ടോണിൽ തന്നെയുള്ള ടോപ്പ് ബോട്ടം പെയർ ചെയ്യായിരിക്കും കൂടുതൽ നല്ല. അല്ലെങ്കിൽ നമുക്ക് ബോട്ടം ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ടോപ്പ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു ഡാർക്ക് ടോണിൽ വന്നാലും നല്ല ഭംഗിയായിരിക്കും. ഡാർക്കർ തന്നെ വേണമെന്നില്ല, ലൈറ്റ് ടോണിലാണെങ്കിലും ഭംഗിയായിരിക്കും കേട്ടോ. ഇത് അടുത്ത ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത്, ഇത് കുറച്ച് സ്ലൈറ്റായിട്ട് ഡിഫറൻസ് ഉണ്ട്. അതായത് ഉണ്ട്, അപ്പോൾ നമ്മൾ കണ്ട ആ മെറ്റീരിയൽ ഗോൾഡൻ ആൻഡ് സിൽവർ കളറിൽ വരുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ള പാറ്റേണും കൂടി ജോയിൻ ചെയ്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു ജോയിൻറ്റ് കട്ട് വർക്ക് വന്നിട്ട് ഒരു എഡ്ജിൽ ഒരു സൈഡിൽ ഇതുപോലെ ആ സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ് തന്നെയാണ്. ഇങ്ങനെയാണ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇതും TC കോഡിൽ തന്നെയാണ്. TC 353 3299 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെയും 6 ഇതുപോലെ കയറി ഇറങ്ങി വരുന്ന 6 പാറ്റേൺ ആണ് എഡ്ജസിൽ വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത്, ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ആ ഒരു 2 കളർ, ഒരു നെൽമണിയുടെയൊക്കെ ഷേപ്പിൽ സിൽവർ ആൻഡ് ഗോൾഡൻ കളറിൽ ബൂട്ട വന്നിട്ട് സെയിം ഡിസൈൻ ഡീറ്റെയിലിംഗ് തന്നെ ഗോൾഡൻ കളറിലുള്ള ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി ചെയ്തേക്കാണ്. ഇതിന് എഡ്ജ് ഫിനിഷിങ് വന്നിട്ടില്ല, ജോയിൻ കട്ട് വർക്ക് വന്നിട്ടില്ല. ഫുൾ ഇതുപോലെ ആണ് ഇതിൻ്റെ ഒരു കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2999. TC 355 ആണ് ഇതിൻ്റെ പ്രോഡക്റ്റ് കോഡ് വരുന്നത്. TC 355 2999 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്
ഇതും 3,999 പ്രൈസ്, 2,999 പ്രൈസ് റേഞ്ച് വരുന്നതാണ്. ഇതിലൊക്കെ നമ്മൾ കണ്ട ആ ഒരു ജോയിൻറ്റ് കട്ട് വർക്ക് എഡ്ജസിൽ, ദുപ്പട്ടയുടെ എഡ്ജസിലോട്ട് വരുമ്പോൾ ഈ ഒരു ജോയിൻറ്റ് കട്ട് വർക്ക് വരുന്നില്ല. ഫുള്ളായിട്ട് ഇതുപോലെ സ്കാലപ്പ് വന്നിട്ട് ട്രയാങ്കുലർ ഷേപ്പിലുള്ള പാറ്റേണാണ് സ്കാലപ്പ് ചെയ്തേക്കുന്നത്. ഡിസൈൻ ഡീറ്റെയിലിംഗ് സെയിം തന്നെയാണ്. ഇതാണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. 2,999 ആണ് പ്രൈസ് വരുന്നത്. പ്രോഡക്റ്റ് കോഡ് TC354. അപ്പം ദുപ്പട്ടാസ്, പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടാസ് അല്ലെങ്കിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ദുപ്പട്ട നോക്കുന്നുണ്ട് എങ്കിൽ ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ്. ഓർഗൻസയിൽ, സിൽക്ക് ഓർഗൻസ ഫാബ്രിക്കിൽ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ്, സിൽക്ക് ഓർഗൻസ ഫാബ്രിക് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ സിൽക്ക് ഓർഗൻസ ഫാബ്രിക്കിൽ ഗോൾഡൻ ആൻഡ് സിൽവർ ബൂട്ട അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ടാസ് വന്നേക്കുന്ന മെറ്റീരിയലിൽ ഗോൾഡൻ കളർ ത്രെഡ് കൊണ്ട് ഗോൾഡൻ കളർ എംബ്രോയിഡറി കട്ട് വർക്ക്, ട്വൈൻ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നതും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ട്വൈൻ കട്ട് വർക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സെറ്റാണ് നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store.